പ്രിയമുള്ളവരെ, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മെയ് 4 പുറത്തു വന്നതിന് ശേഷം കേരള കോൺഗ്രസ് എം തിരിച്ച് UDF എത്താനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് എം ആണെന്ന് രാഷ്ട്രീയ നിരൂപകരൊക്കെ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരള കോൺഗ്രസ് എം തന്നെ വിലയിരുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി ഒഴിച്ച് ബാക്കി മത്സരിച്ച ഒരു സീറ്റിലും അവർക്ക് വിജയസാധ്യത ഇല്ല എന്നതാണ്. ഒരുപക്ഷെ അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു സീറ്റ് പാലയാണ്. പക്ഷേ പാലയിൽ ഷോൺ ജോർജ് വോട്ട് പിടിച്ചാൽ മാത്രമേ ജോസ് കെ മാണിക്ക് അവിടെ വിജയിക്കുവാൻ പറ്റൂ എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ജോസ് കെ മാണിക്കെതിരായുള്ള വോട്ടുകൾ അത് വിഘടിച്ചു പോയാൽ, അത് കുറച്ച് വോട്ട് ഷോൺ ജോർജ് കൂടി പിടിച്ചാൽ ഒരുപക്ഷെ അവിടെ ചെറിയ ഭൂരിപക്ഷത്തിൽ ജോസ് കെ മാണിക്ക് വിജയിച്ചു വരാം എന്നായിരുന്നു ജോസ് കെ മാണിയുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഇലക്ഷനോടനുബന്ധിച്ച് തലേ ദിവസങ്ങളിലൊക്കെ നടന്ന ചില വാദ പ്രത്യാഘാതങ്ങളൊക്കെയും അത് ജോസ് കെ മാണിക്ക് അനുകൂലമായി ആ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകില്ല എന്ന് വ്യക്തമാകുകയാണ്. പ്രത്യേകിച്ചും ഷോൺ ജോർജും പിതാവ് PC ജോർജും സഭയ്ക്കെതിരെ നടത്തിയ ചില പ്രസ്താവനകൾ, സഭാപിതാക്കന്മാർക്കെതിരെ നടത്തിയ ചില പ്രസ്താവനകളൊക്കെ ഷോൺ ജോർജിനെതിരെ അവിടെ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കുന്നതിന് കാരണമാകും എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മാത്രമല്ല ഷോൺ ജോർജ് തന്നെ ആരോപിക്കുന്നത് അവിടെ അരമനകളിൽ നിന്ന് മഠങ്ങളിലേക്ക് നിർദ്ദേശം നൽകി വോട്ടുകൾ UDF അനുകൂലമായി വിനിയോഗിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ പാലയിൽ ജോസ് കെ മാണിയുടെ സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കപ്പെടുകയില്ല. പാലായിൽ ഒരിക്കൽ കൂടി ജോസ് കെ മാണി പരാജയപ്പെടും. മാണി സി കാപ്പൻ അവിടെ നിന്ന് വിജയിക്കും. കാരണം സഭയുടെയും കത്തോലിക്ക സഭയുടെയും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെയും ഒക്കെ പിന്തുണ UDF എന്നാണ് ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന വാർത്തകളും വിശകലനങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അസ്തമനത്തിൻ്റെ തുടക്കമാകും 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന മെയ് 4 എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് എം ഒരുപക്ഷെ തിരിച്ച് UDF എത്തുന്നതിനുള്ള കരുനീക്കങ്ങൾ നടത്തിയേക്കാമെന്ന രാഷ്ട്രീയ വിശദീകരണങ്ങളും വിശകലനങ്ങളും വരികയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അതിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല. നേരത്തെയും അവർ കണ്ടം മറിയുകയും ഒക്കെയും ചെയ്തിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. മിക്കപ്പോഴും രാഷ്ട്രീയ കാലുമാറ്റങ്ങൾക്കും കൂറുമാറ്റങ്ങൾക്കും ഒന്നും വലിയ കാലതാമസം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിൽ ആശ്ചര്യപ്പെടുവാനില്ല. എന്തായാലും നമ്മൾ ആ സാധ്യതകളെ വിശകലനം ചെയ്യുമ്പോൾ ഒരുപക്ഷെ വലിയൊരു മെജോറിറ്റി അല്ലെങ്കിൽ കോൺഗ്രസിന് UDF അനുകൂലമായ വലിയ ഒരു ഒഴുക്ക് തരംഗമുണ്ടായാൽ ഒരുപക്ഷെ കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ UDF പ്രവേശനത്തെ അനുകൂലിക്കുവാൻ തരമില്ല. കാരണം മന്ത്രിസ്ഥാനവും മന്ത്രിസ്ഥാനവും ഒപ്പം ബോർഡ് സ്ഥാനവും ഒക്കെ ചെയർമാൻ സ്ഥാനവും ഒക്കെ കേരള കോൺഗ്രസ് എമ്മുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു 71, 72, 75 സീറ്റിനകത്ത് ഒരു ജസ്റ്റ് പാസ്സായിട്ടാണ് UDF അധികാരത്തിലെത്തുന്നതെങ്കിൽ ഒരുപക്ഷെ UDF നേതൃത്വം ശ്രമപ്പെട്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ തങ്ങളോടൊപ്പം നിർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കാമെന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ പുറത്തു വരികയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 2011 അധികാരത്തിലെത്തിയപ്പോൾ സെൽവരാജിനെ CPM MLA ആയിരുന്ന സെൽവരാജിനെ രാജിവെപ്പിച്ച് UDF ചേർത്തതുപോലെ കേരള കോൺഗ്രസ് എമ്മിനെ UDF ഭാഗമാക്കുന്നതിനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ UDF ഭാഗത്തുനിന്നുണ്ടാകും എന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഭൂരിഭാഗം ആളുകളും അതിനോട് അനുകൂലമായ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും വരികയാണ്. പ്രത്യേകിച്ചും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കേരള കോൺഗ്രസ് എമ്മിന് ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ മാത്രമേ വിജയിക്കുവാൻ കഴിയൂ എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമായിട്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ 1983 കെ എം മാണി സാറ് അദ്ദേഹം LDF ചേർന്ന് UDF വിട്ടുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ആ രാഷ്ട്രീയ ഗതി മനസ്സിലാക്കി. കാരണം UDF വോട്ടാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടാണ് UDF വോട്ട്. UDF നിന്ന് വിട്ടു നിന്നാൽ ആ വോട്ടുകൾ തിരിച്ച് UDF തന്നെ എത്തുമെന്നും കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അപ്രസക്തമാകുമെന്ന തിരിച്ചറിവ് അന്ന് കെ എം മാണിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1983 കെ എം മാണി UDF വിട്ടുവെങ്കിലും ഉടനെ തന്നെ അദ്ദേഹം തിരിച്ചെത്തിയത്. പക്ഷേ അത്തരമൊരു തിരിച്ചറിവ് ജോസ് കെ മാണിക്ക് ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഒരു പ്രത്യാഘാതവും വിലയും ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും കൊടുക്കേണ്ടി വരും 2026 നിയമസഭാ ഇലക്ഷനിൽ എന്നാണ് വിശകലനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും റോഷി അഗസ്റ്റിൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് അവസാന നിമിഷം അദ്ദേഹം കേരള കോൺഗ്രസ്
എമ്മിനെ യു ഡി എഫിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചത്. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇടുക്കിയിലും വലിയ രീതിയിലുള്ള മത്സരമാണ് റോഷി അഗസ്റ്റിൻ നേരിടേണ്ടി വന്നത്. വലിയ രീതിയിൽ അട്ടിമറികളൊന്നും ഉണ്ടായില്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ റോയ് കെ പലോസിനോട് അവിടെ പരാജയപ്പെടും. അങ്ങനെയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി എന്ന ഒറ്റ മണ്ഡലം കൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് തൃപ്തിപ്പെടേണ്ടി വരും. പൂഞ്ഞാറായിരുന്നു നേരത്തെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരള കോൺഗ്രസ് എമ്മിന് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മണ്ഡലം. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകെ മാറുകയാണ്. കാരണം ക്രൈസ്തവ സഭയും സഭാ മേലധ്യക്ഷന്മാരുമൊക്കെ പി സി ജോർജിന് എതിരായതുകൊണ്ട് അവിടെ പി സി ജോർജ് 3-ാം സ്ഥാനത്തെ എത്തൂ എന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പി സി ജോർജിന് പ്രതികൂലമായി വോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടുത്തെ മതന്യൂനപക്ഷം, പ്രത്യേകിച്ചും ഈരാറ്റുപേട്ടയിലുള്ള മുസ്ലിം മതന്യൂനപക്ഷം വിനിയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിച്ചത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ പി സി ജോർജ് വളരെ വിദൂരമായി 3-ാം സ്ഥാനത്ത് മാത്രമേ ഫിനിഷ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എല്ലാ എക്സിറ്റ് പോളുകളും കാണിക്കുന്ന ഒരു റിപ്പോർട്ട് സെബാസ്റ്റ്യൻ കുളത്തുങ്കലും അവിടെ സെബാസ്റ്റ്യൻ ജെയും UDF സ്ഥാനാർത്ഥി തമ്മിലാണ് പ്രധാന മത്സരമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആ വോട്ടുകൾ UDF അനുകൂലമായി വിനിയോഗിക്കപ്പെടും. അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെയും ഒപ്പം മുസ്ലിം മതന്യൂനപക്ഷൻ്റെയും വോട്ടുകൾ അവിടെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല, പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ ജെയ്ക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ പൂഞ്ഞാറിലും UDF വിജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തലാണുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇലക്ഷന് ശേഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ തീരുമാനം എങ്ങനെ ആയിരിക്കും എന്നതാണ്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എം UDFിലെത്തുവാനാണ് സാധ്യത. UDF ജസ്റ്റ് പാസ്സാണെങ്കിൽ 71 മുതൽ 75 വരെ സീറ്റുകൾ കിട്ടി ജസ്റ്റ് പാസ്സാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണെങ്കിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മിനെ പരവതാനി വിരിച്ചു സ്വീകരിക്കും. പക്ഷേ ഒരു അപ്രമാദിത്യം 80-ന് മുകളിൽ സീറ്റ് അല്ലെങ്കിൽ 100-നടുപ്പിച്ച് സീറ്റുകൾ ഉണ്ടാകുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവി അത് അവതാളത്തിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അത് 2024 മെയ് 4-ന് തീരുമാനിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. മെയ് 4-ന് ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടെ കേരള കോൺഗ്രസ് എം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്ന ഒരു വലിയ ചോദ്യം ഉയർത്തപ്പെടും എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും ജോസ് കെ മാണി എടുത്ത ചില അപക്വമായ തീരുമാനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിഗതിയുടെ തടസ്സമായി നിൽക്കുന്നു എന്ന വലിയ വിശദീകരണം, വലിയ വിശകലനം രാഷ്ട്രീയ വിശാരദന്മാരുടെ ഇടയിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിൽ നിന്നും വരുന്നുണ്ട്. അന്ന് 1983-ൽ മാണി സാർ എടുത്ത ആ തീരുമാനം, UDFിലേക്ക് മടങ്ങിപ്പോകാനുള്ള തീരുമാനം, അതായിരുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് ഉചിതം എന്ന ഒരു വിലയിരുത്തൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടർമാരിൽ നിന്നും പ്രവർത്തകന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന വിശകലനങ്ങളും വിശദീകരണങ്ങളും പുറത്തു വരികയാണ്. എന്തായാലും 1983-ലെ ആ തീരുമാനത്തിന് അനുചിതമായ ഒരു തീരുമാനമെടുക്കുവാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം 2026 എത്തുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അസ്തമിക്കുന്ന രീതിയിലുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടായിരിക്കും വരിക എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന വിശകലനങ്ങൾ തന്നെയാണ് വരുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടി പോയാൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ 3 സീറ്റിനപ്പുറം കേരള കോൺഗ്രസ് എം നേടുവാൻ സാധ്യതയില്ല എന്ന വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. തൽക്കാലം ഈ വീഡിയോ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.